അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കക്ഷാനുഭവത്തിൻ്റെ വിവിധ സന്ദർഭങ്ങൾ ഗാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിവിധ ഘട്ടങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിൽ ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു ആരാധന മറ്റ് ഒരു ആരാധനയ്ക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും കർത്താവ് അനുഭവിച്ച പീഡനത്തോടുള്ള വെറുപ്പുമൊക്കെ ആയിരിക്കാം. വളരെയധികം ആളുകൾ ഈ വെള്ളിയാഴ്ച ആരാധനയിൽ ലോകത്തെല്ലായിടവും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉയർപ്പോ കർത്താവിൻ്റെ ജനനമോ ഒന്നും അത്രയും ഒരു ജനപിന്തുണ സാന്നിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് മുഴുവനും നമ്മൾ ദേവാലയത്തിൽ ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവമാണ്. എന്നാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് കഷ്ടം അനുഭവിപ്പാൻ വേണ്ടിയിട്ടാണ്. സക്രിയാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവെന്ത്? അതിന് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടിയേറ്റതാകുന്നു എന്ന്. കർത്താവ് ഈ ലോകത്ത് വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സക്രിയാ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമാണ്. ഈ ലോകത്തിലേക്ക് കർത്താവ് വരുവാനുള്ള കാരണം എന്താണ് എന്ന് നാം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഏദൻ തോട്ടത്തിലെ അനുഭവവും ഈ ലോകത്തിൽ കുരിശിന്മേൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും വാങ്ങിപ്പോയവർ പാതാളത്തിൽ അനുഭവിച്ച സന്തോഷവും നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ അനുഭവവും താരതമ്യം ചെയ്യുവാനുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, കർത്താവ് ഏദൻ തോട്ടം നിർമ്മിച്ച് തോട്ടത്തിൽ ആദ്യം ആദാമിനെ ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയല്ല. അവനെ സന്തോഷിപ്പിക്കേണ്ടതിന് ഒരു കൂട്ടായിട്ട് ഹവ്വായെയും അവൻ്റെ വാരിയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് നൽകി. ഓരോ ദിവസവും കർത്താവ് തോട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അവിടെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ വളർച്ച, അതുപോലെ അതുപോലെ തന്നെ മറ്റ് ഫലമൂലാദികളുടെ വളർച്ച, ഇങ്ങനെ വെയിലാറുമ്പോൾ കർത്താവ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട്. മൃഗജാലങ്ങളെല്ലാം വളരെ ഹൃദ്യമായി സന്തോഷത്തോടെ ഇരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഏദൻ തോട്ടത്തിലെ അനുഭവം അവർക്ക് ചെരുപ്പൊന്നും ഇടണ്ട. വളരെ മനോഹരമായ ഉദ്യാനത്തിൽ വെയിലാറുമ്പോൾ കർത്താവ് വരുമ്പോൾ ആദാമും ഹവ്വായും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. ഈ സന്തോഷിക്കുന്ന അനുഭവത്തിലാണ് പിശാച് ഹവ്വായെ ആകർഷിക്കുന്നത്. പിശാച് വന്ന് ചോദിച്ചു, കർത്താവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സ്ത്രീകളായതുകൊണ്ടൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന ഫലങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം പറിക്കുവാൻ പാടില്ല, തൊടുക പോലും അരുത് എന്ന് പറഞ്ഞു. അപ്പോഴേ സാത്താന് മനസ്സിലായി ഇവിടെ വീഴിക്കുവാൻ പറ്റിയ ഒരു കാരണമാണ്. അതുകൊണ്ട് ആ മരത്തെ കയറിയ ഫലങ്ങളൊക്കെ അവളെ കാണിക്കുകയാണ്. അത് കാണുവാൻ ഭംഗിയുള്ളതും അതുപോലെ തന്നെ തിന്നാൻ വളരെ ആഗ്രഹം ജനിപ്പിക്കുന്നതുമായ ഫലമാണ്. പിശാച് ഒരിക്കലും പറിച്ചു കൊടുക്കുകയില്ല. അതിനുള്ള കളങ്ങളൊക്കെ ഒരുക്കി വെക്കും. നമ്മൾ ചെന്ന് അതിനകത്ത് വീഴും. ഒരു ദിവസം ആദാം ഹവ്വായെ കണ്ടില്ല. അവളിങ്ങനെ പോയി ആ വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നു. പിശാചൊക്കെ ചായച്ചു കൊടുത്തു. അവളുടെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. ആദാം ആ പ്രദേശത്തോട്ട് പോലും പോകത്തില്ലായിരുന്നു. ഹവ്വ അവിടെ ചെന്നു, ഫലം ഭക്ഷിച്ചു, തിന്നു. അവളൊരു കാര്യം കൂടെ ചെയ്തു, ഒരെണ്ണം കൂടെ പറിച്ച് ഭർത്താവിനൂടെ കൊടുത്തു. അവൾ തന്നെ തിന്നില്ല.
പാവം പിടിച്ച ആദാം ഇതൊന്നും അറിഞ്ഞില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ കൊടുത്തു പഴം തിന്നാൻ നല്ലതായിരുന്നു. പക്ഷേ ആ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റം. അവർ നഗ്നരാണെന്നറിഞ്ഞു. അന്നത്തെ ദിവസം വൈകിട്ട് ദൈവം വന്നപ്പോൾ ആദാമിനെ ഹവ്വായി അവിടെ കാണുന്നില്ല. വിളിച്ചു, ആദമേ നീ എവിടെയാവുന്നു? ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് അവനെ വെച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചതുപോലെ സർവവും അറിയുന്നവനായ ദൈവം ആദാമിനെ വിളിക്കുകയാണ്, ആദാമേ നീ എവിടെയാണ്? അപ്പോഴാണ് ആദാം പറഞ്ഞത്, ഞാൻ വൃക്ഷത്തിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കുകയാണ്, ഞാൻ നഗ്നനാണ്, നിന്നെ കാണുവാനായിട്ട് എനിക്ക് തടസ്സമുണ്ട്. ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആ സമൂഹത്തിൽ സാത്താൻ സൃഷ്ടിച്ചതായ ഒരു വിടവ്, ഒരു വ്യത്യാസം. അപ്പോൾ ചോദിച്ചു, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? അപ്പോൾ പിന്നെ വലിയ വിസ്താരമാണ് നടക്കുന്നത്. ആദാമിനോട് ചോദിച്ചു, നീ അത് തിന്നതുകൊണ്ട് നീ ശപിക്കപ്പെട്ടവളാണ്. ആദാം പറഞ്ഞു, ഞാനല്ല തിന്നത്, കുറ്റം എൻ്റേതല്ല, നീ എന്നോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് തന്ന ഈ കൂട്ടുകാരിയാണ് എനിക്ക് തന്നത്, അപ്പോൾ കുറ്റം ദൈവത്തിൻ്റേതാണ്. അവളോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു, ഞാനല്ല പറിച്ചത്, പാമ്പ് എനിക്ക് ഇത് കാണിച്ചു തന്നു. ഇങ്ങനെ ആരും കുറ്റമേക്കാതെ വലിയ വിസ്താരമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ശിക്ഷയുമൊക്കെ കഴിഞ്ഞു. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഹവ്വായിക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആദാം ചോദിച്ചു, എന്താടി നീ ഉറങ്ങുന്നില്ലയോ? അപ്പോൾ ഹവ്വ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ തോട്ടത്തിൽ വെള്ളമൊക്കെ ഒഴിക്കുന്ന ആരാ? അത് നമ്മളാണ്. പുല്ല് പറിക്കുന്ന ആരാ? അത് നമ്മളാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാ? നമ്മളാണ്. പക്ഷെ ഒരു പഴം പറിച്ചതിന് ഈ മൃഗങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഇത്രയും നമ്മളെ ചോദ്യം ചെയ്തത് ശരിയല്ല. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കേണ്ട. കല്യാണമൊക്കെ കഴിച്ച് വരുമ്പോഴേ പെണ്ണ് പറയും, അല്ലെങ്കിൽ ചെറുക്കൻ പറയും, നമുക്കങ്ങ് പോയേക്കാം, ടെറസിൻ്റെ പുറത്തായാലും കിടന്നോളൂ, ഒറ്റയ്ക്ക് കിടന്നാൽ ഒരു സ്വസ്ഥതയുണ്ട്. പഴയ കാലത്ത് ഒരു അടുക്കളയിൽ 7-8 മരുമക്കളും ഒരമ്മായിയമ്മയും ഒക്കെ പരിചരിച്ചിരുന്നിടത്ത് ഇന്ന് 2 പേർക്ക് നിൽക്കാൻ സ്ഥലമില്ല. പക്ഷേ വിമാനം ഇറങ്ങത്തക്ക വിസ്തൃതിയിലാണ് അടുക്കളയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ട് ഹവ്വ പറഞ്ഞു, മനുഷ്യ രാവിലെ തീരുമാനം പറയണം, നമുക്കിവിടുന്ന് പോകാം, ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ആദാമിന് പിന്നെയും ഒരു ഭയമുണ്ട്. ആദാം പറഞ്ഞു, അല്പം കൂടെ നമുക്ക് ക്ഷമിക്കാമെന്ന്. ചോദ്യം ചെയ്തതേ ഉള്ളല്ലോ. അവളങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ ചായ കൊടുക്കുന്നതിന് പകരം ഹവ്വ ചോദിച്ചു, തീരുമാനമെടുത്തോ, എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം. അവസാനം നിവൃത്തിയില്ല. ആദാമും ഹവ്വായും കൂടെ തോട്ടത്തിൻ്റെ പുറത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. അവർക്ക് കൈ കിട്ടാവുന്ന സാധനമൊക്കെ ശേഖരിച്ച് തോട്ടത്തിന് പുറത്തേക്ക് പോവുകയാണ്. ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അച്ചായ അവിടെ നില്ല, ഞാനൊരു കാര്യം കൂടെ എടുക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദാം വിചാരിച്ച് വല്ലതും മറന്നുപോയതായിരിക്കും, എടുക്കാനായിരിക്കും. അവൾ ആ വലിയ വൃക്ഷത്തിൻ്റെ നടുക്ക് നിന്ന വൃക്ഷത്തിൻ്റെ ഒരു കമ്പൂടെ മുറിച്ചുകൊണ്ടാണ് വന്നത്. ഏതായാലും ഇതുകൊണ്ട് പുറത്തു പോകുക, അതുകൊണ്ട് ഇതിൻ്റെ ഒരു കമ്പൂട് ഇരിക്കട്ടെന്ന് പറഞ്ഞ് ഒരു കമ്പൂടെ മുറിച്ച് തോട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങി. ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, തോട്ടത്തിൻ്റെ പുറത്തോട്ട് ആർക്കും പോവാം, പക്ഷേ അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ അനുവാദം വേണം. എയർപോർട്ടിലൊക്കെ ചെല്ലുന്നവർക്കറിയാം, വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടിറങ്ങുന്ന ഗേറ്റിൻ്റെ മുകളിൽ വെറുതെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് പുറത്തോട്ട് നിങ്ങൾ പോയാൽ തിരിച്ചു കയറണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പ്രോസസ്സിൽ കൂടെയും കടന്നു പോയാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഈ ഗേറ്റിൻ്റെ പുറത്തോട്ട് പോകേണ്ടതെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് ആദാമും ഹവ്വായും തോട്ടത്തിന് പുറത്തേക്ക് പോയി. തോട്ടത്തിന് പുറത്ത് ചെന്നപ്പോഴാണ് തോട്ടത്തിന് വെളിയിലെ യാഥാർത്ഥ്യം അവർ മനസ്സിലാകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട് 1 മാസം തൂക്കുകയും വാരുകയും ഒന്നും ചെയ്യാതിരുന്നാൽ എത്രമാത്രം പുല്ല് പിടിച്ച് വലിയ പ്രയാസത്തിലിരിക്കുന്നത് പോലെ കാട് പിടിച്ച് കിടക്കുകയാണ്.
എവറിത്തിങ് വാസ് ഹോസ്റ്റൈൽ. ഏദൻ തോട്ടത്തിൽ വൃക്ഷങ്ങളും മരങ്ങളും മൃഗങ്ങളും എല്ലാം ഒരുപോലെ ചേർന്ന് പോവുകയായിരുന്നു. ആരും ഉപദ്രവിക്കുകയില്ലായിരുന്നു. എല്ലാവരും പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകുമായിരുന്നു. എല്ലാവരും ഹൃദ്യമായി ജീവിച്ചിരുന്നു. പക്ഷേ മുള്ളും പറക്കാരയും നിറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം ഹോസ്റ്റൈലാണ്. മൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നു. അതുപോലെ തന്നെ ഒന്നും ഭക്ഷിക്കാനായിട്ട് കിട്ടുന്നില്ല. ഏദൻ തോട്ടത്തിലെല്ലാം സുഭിക്ഷമായിരുന്നു. അങ്ങനെ ആ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ കൈപ്പേറിയ അനുഭവത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവളെ കൊണ്ടുപോയ മരവും അവിടെ നട്ടു. അതും കിളിച്ചു വന്നു. ഇതേ അവസരത്തിൽ തോട്ടത്തിനുള്ളിൽ വേറെ ഒരു സംഭവം ഉണ്ടായി. എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോൾ കർത്താവ് കാണുന്നത് പോലൊരു സന്തോഷമില്ല. തോട്ടമെല്ലാം ഇങ്ങനെ വാടിക്കിടക്കുകയാണ്. മൃഗങ്ങളെല്ലാം ഇങ്ങനെ മ്ലാനമായിട്ട് കിടക്കുകയാണ്. ഒരു സന്തോഷവുമില്ല. അപ്പോൾ മൃഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവർക്കറിയാവുന്ന ഭാഷയിൽ കർത്താവിനോട് പറഞ്ഞു, നമുക്ക് ആദാമിനെ കൊണ്ടുവരണം. ആദാം വന്നാലേ തോട്ടം സജീവമാകുകയുള്ളൂ. ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും എന്തിൻ്റെ ഒരു കുറവുണ്ട്. തോട്ടത്തിന് വെളിയിൽ അവർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഹാബേലിനെ കായീൻ കൊന്നു. പിന്നെ അങ്ങനെ പോകുന്ന സന്താന പരമ്പരകളുണ്ടാകുന്ന പ്രയാസങ്ങളും യുദ്ധങ്ങളും ക്ഷീണങ്ങളും എല്ലാം ഉണ്ട്. അവസാനം ഇവരുടെ എല്ലാം നിർബന്ധം കൊണ്ട് കർത്താവ് പറഞ്ഞു, അവന് തന്നെ ഇങ്ങോട്ട് വരാനൊക്കുകയില്ല. ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാം. ഞാൻ ഭൂമിയിലേക്ക് പോകണമെങ്കിൽ അതിന് തക്കതായ ഒരാളിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനായിക്കൊണ്ടാണ്. പരിമിതനായ മനുഷ്യൻ്റെ സ്വഭാവം രൂപം ഉൾക്കൊള്ളുവാൻ കർത്താവ് തിരുമനസ്സായി. കർത്താവിൻ്റെ അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നവൻ്റെ ജനനവും മരണവുമാണ്. സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, ഉദരങ്ങളിൽ ശിശുക്കളെ രൂപപ്പെടുത്തുന്നവൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, പരിമിതനായി ബലഹീനനായി ഒരു മനുഷ്യനായി ഉദരത്തിൽ രൂപപ്പെട്ട് വളർന്നു വരുവാൻ അവൻ തിരുമനസ്സായി. അതിന് പറ്റിയ ഒരാളിനെ ഇങ്ങനെ നോക്കുകയാണ്. യുവകാലങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും കിട്ടുന്നില്ല. എല്ലായിടത്തും ചെല്ലുന്നുണ്ടേ പറയും, പ്രസവിച്ചെങ്കിൽ തരാമെങ്കിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. ഇവിടെ ചെന്നിത്തലയും വന്ന് ചോദിച്ചു കാണും. അവരും പറഞ്ഞു, ഇത്രയും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രസവിച്ചെങ്കിൽ തരുവാണ്, ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കുകയോ വളർത്തുകയോ എല്ലാം ചെയ്തോളാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഹ പറയുന്നത്, ഇതാ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന ഹന്നായുടെയും യുവാക്കീമിൻ്റെയും മകളായ മറിയാമിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഉടനെ പറഞ്ഞു, പോയി അവളോട് ചോദിക്കുക. ഗബ്രിയേൽ മാലാഹ ചെന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്, അത്യുന്നതൻ നിന്നിൽ നിന്ന് ജാതനാകുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരൊക്കെ തടസ്സം പറഞ്ഞെങ്കിലും മറിയാം വളരെ സന്തോഷത്തോടെ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സമ്മതം മനുഷ്യവർഗത്തിൽ നിന്ന് ആദ്യമായി ലഭിക്കുന്നത് കന്യാമറിയാമിൽ നിന്നാണ്. അതുകൊണ്ടാണ് മറിയാമിൻ്റെ വചനിപ്പ് ഏത് ദിവസം വന്നാലും വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നത്. കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവം തമ്പുരാൻ വരുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് മുഖാന്തരമായി സർവസ്വമായി, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കൽ സമർപ്പിച്ച ഒരു മനുഷ്യൻ, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട്, ഈ പാപവീഴ്ചയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രതിനിധിയായിട്ട് മറിയാം ആ വചനം കേട്ടു. അവളുടെ ഉദരത്തിൽ നിന്ന് ശിശുവായി ഈ ലോകത്തിൽ ജനിച്ചു. അവന് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. പുൽക്കൂട്ടിൽ ജനിച്ചു. ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. തൻ ദൈവപുത്രനാണ് എന്ന് മറിയാമിനറിയാമെങ്കിലും ഏതാണ്ട് 30 വർഷക്കാലം 33 വർഷക്കാലം അതിൽ 3 വർഷമാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. ആ സമയത്താണ് ശിഷ്യന്മാരൊക്കെ അടുത്തു കൂടുന്നത്. കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനനം മുതൽ മരണം വരെ ഒരു നിഴല് പോലെ മറിയാം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു.
ഹവ്വ കാണിച്ച അനുസരണക്കേട് നിമിത്തം ഏദൻ തോട്ടം മനുഷ്യവർഗത്തിന് മുഴുവനായി അടയ്ക്കപ്പെട്ടുവെങ്കിൽ മറിയാമിൻ്റെ അനുസരണത്തിലൂടെ ആ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ കർത്താവ് മനുഷ്യനായി തീരുകയാണ്. കർത്താവിനറിയാം ഈ ലോകത്തിലേക്ക് വന്നാൽ ജനിച്ചാൽ മരണമുണ്ട്. ആ മരണം ഇവരുടെ പാപം വഹിച്ചുകൊണ്ട് മരിക്കുവാൻ അവൻ തയ്യാറായി വന്നതാണ്. പ്രത്യേകിച്ച് പെസഹ പെരുന്നാൾ നമ്മൾ വായനകളിലൊക്കെ ഉണ്ട്. 2 ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് ഒന്നിനെ ദേവാലയത്തിൽ വെച്ച് ബലി കഴിച്ച് ജനത്തിൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടിയും പുരോഹിതൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അതിനെ ബലി കഴിക്കും. 2ാമത്തെ ആടിൻ്റെ തലയിൽ കൈവച്ച് ജനത്തിൻ്റെ മുഴുവൻ പാപവും അതിന്മേൽ ചുമത്തിക്കൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് അയക്കും. മനുഷ്യന് പാപത്തോടുള്ള എതിർപ്പ് കാണിക്കുന്നത് ആ ആടിനെ ഉപദ്രവിക്കുന്നതിലൂടെയാണ്. ചിലരതിൻ്റെ രോമം പറിക്കും, ചിലരതിനെ തുപ്പും, ചിലരതിനെ അടിക്കും. ഈ പാപത്തോടുള്ള അവേർഷൻ മുഴുവൻ കാണിക്കുന്നത് ഈ ആടിൻ്റെ പുറത്താണ്. കാരണം ഈ ആട് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അർത്ഥപ്രാണനായി ചോരയൊലിപ്പിച്ച് മരുഭൂമിയിലേക്ക് പോകുന്ന ആടിനെ പോലെ കർത്താവ് പറയുവാണ്, ഞാൻ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. 3.5 വർഷക്കാലം ശിഷ്യന്മാരെ എല്ലാം പരിചയിച്ച് അവർക്ക് വേണ്ടതായ ഉപദേശങ്ങളൊക്കെ നൽകി. പെസഹ പെരുന്നാളിന് ഇതുപോലെ ആടിനെ അറക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കർത്താവും തൻ്റെ ജാതികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഇവിടെ ഈ ഗോൽഗൊത്തായിലോട്ട് നോക്കിയാൽ അറിയാം, അതിൻ്റെ മഹത്വങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒരു മനുഷ്യനെ പോലെ വിസ്തരിക്കുവാനും അടിക്കുവാനും എല്ലാ കാര്യങ്ങളും സ്ഥലവും ലോകവും അറിയാവുന്നവരോട് ചോദിക്കുകയാണ്, നീ എവിടുത്തുകാരനാണ്? പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വിട്ടയക്കുവാൻ അധികാരമുള്ളവനാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ആ അധികാരം കിട്ടുകയില്ല. അങ്ങനെ ആദാം ചെയ്തതായ തെറ്റുകൾ ഏദൻ തോട്ടത്തിൽ സർവ്വമൃഗങ്ങളും ആദാമിന് ചുറ്റും നിന്നുകൊണ്ട് പേരിട്ട് കിട്ടുവാൻ വിനയപൂർവ്വം നിന്നുവെങ്കിൽ സൃഷ്ടാവ് ഒരു തൂണിന്മേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആളുകളുടെ പരിഹാസം മുഴുവൻ ഏൽക്കുകയാണ്. യഹൂദന്മാര് റോമാക്കാര് കണ്ടുപിടിച്ച ഒരു ശിക്ഷാവിധി, 2 തരത്തിലുള്ള ശിക്ഷാവിധിയുണ്ട്. ഒന്ന്, ഒരു മൃതശരീരത്തോടുകൂടി ജീവനുള്ള ശരീരം കൂട്ടിക്കെട്ടി വെളിമ്പ്രദേശത്ത് കൊണ്ടിടും. അങ്ങനെ വെളിമ്പ്രദേശത്ത് കൊണ്ടിരിക്കുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഒരു ശരീരം ഇങ്ങനെ അഴുകും. അത് കഴുകന്മാർ വന്ന് കുത്തി പറിച്ചിക്കും. അതിൻ്റെ കൂടെ ജീവനുള്ള ശരീരത്തെയും ആക്രമിക്കും. ഈ പാപമംഗലമായ ശരീരത്തിൽ നാരനെ വേർപിരിക്കും എന്ന് ചോദിക്കുന്നത് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അങ്ങനെയുള്ളൊരു ശിക്ഷാവിധിയുണ്ട്. എന്നാൽ പേർഷ്യക്കാർ കുറച്ചുകൂടെ ക്രൂരമായ ഒരു ശിക്ഷാവിധിയാണ്. കുരിശിന്മേൽ തൂക്കി മരിക്കുന്നത് വരെ തൂക്കിയിടുക എന്നുള്ളത്. ആ മരിക്കുന്ന ആളിൻ്റെ ചുമതലയാണ് ആ കുരിശ് വഹിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് അവരെടുത്തുകൊണ്ട് വരേണ്ടത്. മറ്റേത് ഓൾറെഡി അവിടെ കുഴിച്ചിട്ടിരിക്കുകയായിരിക്കും. ആ ഒരു ഭാഗം എടുത്തുകൊണ്ട് വരുന്ന ഒരു ജോലി, ആ ശിക്ഷാവിധിയാണ് കർത്താവിന് യഹൂദന്മാര് റോമാ സാമ്രാജ്യം വിധിച്ചത്. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് കുറേനക്കാരനായ ശീമോനോട് ആ കുരിശ് താങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടത്. എത്ര അപമാനകരമായ ഒരു കാര്യമാണ്. രാജ്യദ്രോഹത്തിന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പരസ്യമായി സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പരം അപമാനകരമായ ഒരു കാര്യമില്ല. പക്ഷേ വയലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന കുറേനക്കാരനായ ശീമോൻ ആ തോളിന്മേൽ കുരിശ് വഹിച്ചു. പിൽക്കാലത്ത് ശീമോനേക്കാൾ കൂടുതൽ പ്രഗത്ഭരായി മക്കൾ റൂഫോസിൻ്റെയും അലക്സാന്ദ്രിയോസിൻ്റെയും പിതാവായി വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോൻ എന്ന് പറയത്തക്കവണ്ണം പിൻതലമുറയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ആ പരമയാഗത്തിന് അല്പമെങ്കിലും താങ്ങായി നിൽക്കുവാൻ കുറേനക്കാരനായ ശീമോന് സാധിച്ചു. അങ്ങനെ വിലപിക്കുന്ന വലിയ ജനതയുടെ മുമ്പിൽ കൂടെ തലയോടിടമെന്ന് പറയുന്ന ആദാമിനെ അടക്കിയ സ്ഥലത്ത് അവനെ ക്രൂശിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു കൂട്ടത്തിലൊരു സംഭവമുണ്ട്. ശലോമോൻ്റെ കാലത്ത് ലോകത്തിലുള്ള മരങ്ങളെല്ലാം വെട്ടി കൂട്ടിയ കൂട്ടത്തിൽ ഈ ഹവ്വ നട്ട മരവും മുറിച്ചു. അത് അവിടെ കിടന്നിരുന്നു.
അതിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് അത് വെള്ളത്തിൽ തള്ളിയിട്ടിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് കിടക്കുകയാണ്. നമ്മളറിയാം, പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ചില അവസരത്തിൽ കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾ സൗഖ്യം പ്രാപിക്കും. മാലാഖമാർ വന്ന് ഈ മരം ക്ലീൻ ചെയ്യുകയാണ്. ആ അവസരത്തിൽ ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമാകുമെന്ന് പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ വായിക്കുന്നു. അങ്ങനെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഭാരമുള്ളൊരു മരം അവരന്വേഷിച്ചപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇങ്ങനെ വെള്ളത്തിലൊരെണ്ണം കിടപ്പുണ്ട്, അത് എടുത്ത് അവനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആദാം ഏത് മരത്തിൽ പാപം ചെയ്തുവോ ആ മരത്തിൽ തന്നെ അവൻ്റെ സൃഷ്ടാവ് അവനു വേണ്ടി പരമയാഗമായി തീരുവാൻ തിരുമനസ്സായി. ആദാമിനെ അടക്കിയ ഗോകുൽത്തായിൽ അവനെ ക്രൂശിക്കുവാനായിട്ടിടയായി. അങ്ങനെ ആ കുരിശിന്മേൽ അവനെ ക്രൂശിച്ചു. ആദാമിൻ്റെ വലതുവശത്ത് നിന്ന് ഹവ്വ പുറപ്പെട്ടുവെങ്കിൽ അത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും കാരണമായിരുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ വലതുഭാഗത്തു നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് ജീവൻ്റെയും പ്രത്യാശയുടെയും അനുഗ്രഹത്തിൻ്റെയും സൂചനയായിട്ടാണ്. അങ്ങനെ അവൻ കുരിശിന്മേൽ മരിച്ചു. ചിലരൊക്കെ സംശയിച്ചു, വലതുഭാഗത്തെ കള്ളനൊഴിച്ച് മറ്റുള്ളവരൊക്കെ വിചാരിച്ചു, നീ രക്ഷപ്പെടുത്തുക, ഞങ്ങളെയും കൂടെ രക്ഷപ്പെടുത്തുക. വലിയ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടാണ്. യൂദായും ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ, യഹൂദന്മാരെ എങ്ങനെയെങ്കിലും റോമാ സാമ്രാജ്യത്തിൽ രക്ഷപ്പെടുത്തുവാൻ വിചാരിച്ചാണ് യൂദ കർത്താവിൻ്റെ കൂടെ കൂടിയത്. പക്ഷേ കർത്താവിൻ്റെ പ്രചരണം അല്ലെങ്കിൽ ജീവിതശൈലി ഒരു തുറന്ന യുദ്ധത്തിൻ്റേതായിരുന്നില്ല. ഇടതുവശം കാണിക്കുന്നത് അടുത്ത് അടിക്കുന്നവന് വലതുവശം കൂടെ കാണിക്കണം. ഉടുപ്പെടുക്കുന്നവന് പുതപ്പൂടിട്ട് കൊടുക്കണം. 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ നടക്കണമെന്ന് പറയുന്ന ഒരു ജീവിതശൈലിയാണ്. അതുകൊണ്ട് യൂദ മടിച്ചു. കർത്താവിനെ അങ്ങോട്ടൊന്ന് ഒരു എൻകൗണ്ടറിന് വേണ്ടി അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ അവൻ അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെടുമെന്നാണ് യൂദ വിചാരിച്ചത്. യൂദ ശിഷ്യ സമൂഹത്തിലെ വളരെ പ്രഗത്ഭനായിരുന്നു, പണം കൈകാര്യം ചെയ്യുന്നയാളായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് കർത്താവിനെ പ്രകോപിപ്പിക്കുവാനായിട്ട് ചെയ്തതാണ് പാവം. പക്ഷേ അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ അവന് സങ്കടം വന്നു. അവൻ അനുദപിക്കുവാനിടയായില്ല. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചാന്നു. പത്രോസും അതുപോലെ പ്രഗത്ഭനായ ശിഷ്യനായിരുന്നു. ഞാൻ അവനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞെങ്കിലും കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ, അറിയുന്നില്ല എന്ന് പറയുവാൻ അവനിടയായി. അങ്ങനെ ഉപമകളും ഉപമാനങ്ങളും എല്ലാം യേശുക്രിസ്തുവിൽ നിവൃത്തിയായി കുരിശിന്മേൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനം ചെയ്യുന്ന കൃത്യം തൻ്റെ മാതാവിനെ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഫലമേൽപ്പിക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട്, വിത്ത് വെച്ച വട്ടിക്ക് എന്താ പ്രാധാന്യം? കർത്താവിൻ്റെ ശരീരം ഈ ലോകത്ത് ദൈവത്വം മനുഷ്യത്വത്തോട് സംയോജിക്കുവാനായി ആ മനുഷ്യത്വത്തെ ദാനം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് സകല വിശുദ്ധലും ഉന്നതമായ സ്ഥാനം മാതാവിന് കൊടുക്കുന്നത്. ആ കുരിശിന്മേൽ കിടന്നുകൊണ്ട് ആ മാതാവിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഫലമേൽപ്പിച്ചതിന് ശേഷമാണ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ വിടുന്നു. ആ ആത്മാവ് പോയത് പാതാളത്തിലേക്കാണ്. ആ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആകെ നമുക്കറിയാമല്ലോ, എല്ലാം ഒരു മ്ലാനമൂകതയാണ്, വല്ലാത്തൊരു നാറ്റമാണ്. ആദാം മുതലുള്ളവരെല്ലാവരെയും ഇങ്ങനെ തടവിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഈ ജോലിക്കാരൊക്കെ ഉള്ളവരുടെ കിടന്നുറങ്ങുന്നിടത്ത് ഒരുത്തൻ പെർഫ്യൂം അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും എന്ന് പറയുന്നത് പോലെ പാതാളത്തിൽ വലിയൊരു പ്രകാശം. ആ പ്രകാശം കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ലൈറ്റിട്ട് നോക്കുക, ഇതാരാണ് കടന്നു വരുന്നത്? ഓരോരുത്തർ ചോദിച്ച് നമുക്ക് അപ്പുറത്തെ ഒരാളിനോട് ആദാം വരെ ആളുകളിങ്ങനെ ചോദിച്ചു പോയി. അവസാനം ആദാമിൻ്റെ അടുത്ത് വന്നപ്പോൾ ആദാമിന് ആളിനെ മനസ്സിലായി. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചു. നഗ്നതയോടെ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെ എന്നെ അവർ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. പിതാവിൻ്റെ കോപം മാറി നിന്നെ കൊണ്ടുവരുവാനായിട്ടാണ്, ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം, 4 മണിക്ക് മണി അടിക്കും വീട്ടിൽ പോകാമെന്നറിയാമെങ്കിലും 4 മണിക്കത്തെ മണി അടിക്കുമ്പോൾ പിള്ളേർ ചാടി എണ്ണീക്കും എന്ന് പറയുന്നതുപോലെ പറുദീസായിലെ ആ പാതാളത്തിലെ ഓടാമ്പലുകളെല്ലാം തകർത്തുകൊണ്ട് ആദാമിനെ കൈക്ക് പിടിച്ച്
ഏദൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആദാം ചോദിക്കുന്നുണ്ട്. അന്നത്തെ ആ മൊസാണ്ടയൊക്കെ കായ്ക്കുന്നുണ്ടോ, പ്ലാവൊക്കെ കായ്ക്കുന്നുണ്ടോ, അന്നത്തെ പട്ടിയും പൂച്ചയുടെയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ പോകുന്ന ഉടനെ വേലി കെട്ടിയ ഒരു പ്രദേശം കാണുന്നുണ്ട്. വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വളരെ മനോഹരമായി കാവ്യഭംഗിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആദാം ചോദിക്കുകയാണ്, ഞാൻ കാരണമാണോ തോട്ടത്തിനു വേലി? ഇതുവരെ വേലിയൊന്നുമില്ലായിരുന്നു. അവിടെ വളരെ സമൃദ്ധമായി സന്തോഷത്തോടെ കഴിഞ്ഞതാണ്. അവിടേക്ക് ആദാമിനെ തിരിച്ച് കൊണ്ടുവരുവാനായി അവൻ്റെ സൃഷ്ടാവ് അവനെ പോലെ മനുഷ്യനായി, അവനെ ഭയപ്പെടുത്തിയിരുന്ന വേദനയും മരണവും എല്ലാം അവൻ്റെ ശരീരത്തിൽ സ്വയം സഹിച്ച് ആ മരണത്തെ തോൽപ്പിച്ച് പാതാളത്തിൻ്റെ ഓടാമ്പലുകളിൽ അടിമപ്പെട്ടിരുന്ന മരിച്ചുപോയ സകലരെയും തൻ്റെ സന്നിധിയിലേക്ക്, തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഒരു ചക്രം പൂർണ്ണമാകുകയാണ്. ആ വലിയ വിമോചനത്തിൻ്റെ സംഭവമാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ മുഴുവനും ധ്യാനിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് എങ്ങനെ പിശാച് മനുഷ്യനെ പാപത്തിലേക്ക് ദൈവത്തിൽ നിന്നും മുഖാമുഖം കാണുന്നതിൽ നിന്ന് അവനെ അകറ്റിയോ, ആ അനുഭവത്തിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവന്ന ആ പ്രലോഭനം, അവൻ്റെ അഹങ്കാരം, അവൻ്റെ സ്വാർത്ഥത, അതിനെല്ലാം അവൻ്റെ സൃഷ്ടാവ് അവനെപ്പോലെ പാപമൊഴിച്ച് സകലവും അവനെപ്പോലെ ആയിത്തീർന്ന് അവൻ്റെ ജീവിതത്തിലൂടെ, ആ മരണത്തിലൂടെ ആ ലോകത്തിന് വിമോചനമുണ്ടായി. അവൻ ഭൂമിയിലേക്ക് വന്നു, സർവ്വജന്മങ്ങളെയും അവൻ അനുഗ്രഹിച്ചു. ഉദരത്തിൽ ശിശുക്കളെ രൂപപ്പെടുത്തുന്നവൻ ഉദരത്തിൽ ഒരു ശിശുവിനെ പോലെ രൂപപ്പെട്ട് സകല ജന്മങ്ങളെയും അവൻ അനുഗ്രഹിച്ചു. യോർദാനിലേക്ക് ഇറങ്ങി സർവ്വ ജലാശയങ്ങളെയും അവൻ ശുദ്ധീകരിച്ചു. സ്ലീബായിലേക്ക് കരേറി സർവ്വജനങ്ങളെയും തങ്ങളിലേക്ക് ആകർഷിച്ചു. പാതാളത്തിലേക്ക് ഇറങ്ങി സകല മൃതരെയും ജീവൻ്റെ അനുഭവത്തിലേക്ക് കരയേറ്റി. അങ്ങനെ പഴയ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനായി നമ്മുടെ സൃഷ്ടാവ് കടന്നു വന്നതാണ്. ലോകത്തിലെ ഒരു മതസ്ഥാപകനും ചെയ്യാത്ത ഒരു വലിയ കൃത്യമാണ്. നമ്മുടെ കർത്താവ്, അപരിമിതനായ കർത്താവ്, പരിമിതനായി, വേദന അനുഭവിക്കാത്ത കർത്താവ്, വേദന അനുഭവിക്കുന്നവനായി, അപമാനം ഏൽക്കാത്തവനായവൻ നമുക്ക് വേണ്ടി അപമാനമേറ്റു. ഇതെല്ലാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടാവ് സ്വയം തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ച് ആ ശരീരത്തെ വിമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ സംഭവമാണ്. ആദാം പറിച്ച പഴം ആ മരത്തിൽ തന്നെ സൃഷ്ടാവ് അവനു വേണ്ടി ബലിയായി തീർന്നു. സ്ലീബ നമ്മുടെ കർത്താവിൻ്റെ ബലിപീഠമാണ്. ആദാം എന്തിലേക്ക് വൃഥാ ആകർഷിക്കപ്പെട്ടുവോ അതിൽ നിന്ന് തിരിച്ച് ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് സ്ലീബാമേൽ കർത്താവ് ഉയർത്തപ്പെട്ടത്. ഇവിടുത്തെ പ്രിമ്യൂൺ വായനയിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പശ്ചിമഭാഗത്തേക്ക് അവൻ വാഹനമേറി. മനുഷ്യത്വത്തിൻ്റെ പാപപങ്കിലമായ അന്ധകാരമായ ലോകത്തിലേക്ക് പാപമില്ലാത്തവനായ താൻ, പശ്ചിമഭാഗം പടിഞ്ഞാറാണ്, അന്ധകാരത്തിൻ്റെ സ്ഥലമാണ്, ആ പ്രദേശത്തേക്ക് മനുഷ്യൻ്റെ പാപവും വഹിച്ചുകൊണ്ട് നമ്മുടെ സൃഷ്ടാവ് കടന്നു വന്ന് അവനെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ്. ഈ ദിവസങ്ങളിലെ ധ്യാന വിഷയം മുഴുവനും ഇതാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലായി ചെയ്ത ഒരു സംഭവം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവൻ കഷ്ടം അനുഭവിച്ചത്. അവൻ്റെ കഷ്ടപ്പാടുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. യഹൂദന്മാരെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. നമ്മളും അന്നുണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചേനെ. കാരണം നമ്മുടെ സ്വാർത്ഥതയും ദൈവത്തോടുള്ള ആഭിമുഖ്യമില്ലായ്മയും ഒക്കെ നമ്മെ പരസ്പരം ഭിന്നിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഏദൻ തോട്ടത്തിലെ പോലെ മനുഷ്യനും പ്രകൃതിയും സർവ്വസരാചരങ്ങളും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അത് പാതാളത്തിൽ പോകാനായി ഞാൻ എൻ്റെ ജീവശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ ഞാൻ പാതാളത്തിൽ വിടുകയില്ല, അവൻ സ്വർഗരാജ്യത്തിലായിരിക്കും. കർത്താവ് വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ കുറേനക്കാരനായ ശീമോൻ സഹായിച്ചതുപോലെ കുരിശിൻ്റെ വലത്തുഭാഗത്ത് കിടന്ന കള്ളന് ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തിയെങ്കിലും അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ
എന്നെയും ഓർക്കണം. എത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. ജീവിതത്തിൽ മുഴുവൻ പാപഭംഗിലമായ ജീവിതത്തിൽ കഴിഞ്ഞ തക്ക സമയത്ത് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് കോടാനുകോടി ആളുകളുടെ അധരങ്ങളിൽ നിന്ന് എത്രയോ നൂറ്റാണ്ടുകൾ ഇങ്ങനെ ഉയരത്തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ അവന് സാധിച്ചു. അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കും. നമ്മളായിരുന്നേ പറഞ്ഞേനെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിൻ്റെ കാര്യം നോക്കാവുന്നു. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. തക്ക സമയത്ത് അവനെ സ്വീകരിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ലാത്ത സ്വർഗീയ സൗഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ആ കഷ്ടാനുഭവത്തിൻ്റെ കാരണം നമ്മുടെ പാപമാണ്. നമ്മുടെ പാപമംഗലമായ ജീവിതമാണ് അവനെ മനുഷ്യനാക്കി ഈ കഷ്ടപ്പാടുകളിലേക്ക് അവനെ ആനയിച്ചത്. അവനിതെല്ലാം സഹിച്ചത് അവൻ ദൈവമെന്ന നിലയിൽ നമുക്ക് വേണ്ടി വലിയ ഒരു മാർഗം തുറന്നു തന്നിരിക്കുകയാണ്. ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഇരുൾപിടി കൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടക്കുവാൻ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ ജീവിത ശൈലിയിൽ നിന്ന് മാറ്റം വരുവാനും. പ്രകൃതി ഇന്നാകെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ചൂടാകുന്നു, വീട്ടിൽ ചെന്നാൽ മാതാപിതാക്കൾ ചൂടാകുന്നു, സ്കൂളിൽ ചെന്നാൽ സാറ് ചൂടാകുന്നു, പള്ളിയിൽ ചെന്നാൽ അച്ഛൻ ചൂടാകുന്നു, വീട്ടിലെ ഫ്രിഡ്ജ് ചൂടാകുന്നു, മൊബൈൽ ഫോൺ ചൂടാകുന്നു, പ്രകൃതി മുഴുവൻ ചൂടാകുന്നു. ആർക്കും ഒരു കൂളായിട്ടുള്ളൊരു അനുഭവമല്ല. ഇങ്ങനെ പ്രകൃതി മുഴുവൻ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, താളം ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ടൈൽസ് ഇട്ട് ഈ ഹീറ്ററും ഇതുമൊക്കെ വെച്ചിരിക്കുക. എത്രയും ഫാനിട്ടിട്ടും നമുക്ക് ചൂട് സഹിക്കാൻ ഒക്കുന്നില്ല. അത്രമാത്രം പ്രകൃതി നമ്മളിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് ഏദൻ തോട്ടത്തിലെ പോലെ പ്രകൃതിയും ജീവജാലങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നേർരേഖയിലാകുവാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അത് നമ്മുടെ പാപം നമ്മെ അകറ്റിക്കളയുന്നു. ആയതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പാപത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടി, അനുതാപത്തോടുകൂടി, ആ വലതുഭാഗത്തെ കള്ളനോട് അവൻ അവസാന സമയത്താണ് ആ കണ്ടെത്താവുന്ന വാതിൽ കണ്ടെത്തി അവൻ്റെ യാചന നടത്തിയത്. കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ഈ ശുശ്രൂഷയുടെ പരിസമാപ്തിയിൽ ശ്ലീബാവന്ദനവിന് വേണ്ടി നിങ്ങൾ വന്ന് മുട്ടുകുത്തുമ്പോൾ കേവലം ഒരു ചടങ്ങായി നടത്താതെ, കർത്താവേ, എൻ്റെ പാപത്തിനു വേണ്ടിയാണല്ലോ നീ ക്രൂശിക്കപ്പെട്ടത്, എൻ്റെ പാപത്തിനു വേണ്ടിയാണോ നീ അപമാനിക്കപ്പെട്ടത്, എൻ്റെ പാപം നിമിത്തമാണല്ലോ നീ വേദന സഹിച്ചത്. ഇനി ഞാൻ ആ പാപത്തിൽ ജീവിക്കാതെ പ്രകാശത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നീ എന്നെ കാത്തുകൊള്ളണമേ, നിൻ്റെ മാർഗത്തിൽ എന്നെ ചേർത്തുകൊള്ളണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്ലീബ മുത്തുവാൻ തക്കവണ്ണം ഓരോരുത്തരും ആന്തരികമായി തയ്യാറായി ആ കാര്യത്തിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ കഷ്ടാനുഭവം നമുക്ക് ഇതൊരു കേവലം ഒരു ചടങ്ങായി മാറാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ അനുഭവമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു.